എല്ലാവർക്കും കൃഷ്ണാസ് 709 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഭരണി നക്ഷത്രക്കാരുടെ മാർച്ച് മാസത്തെ നക്ഷത്രഫലമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ മാർച്ച് മാസത്തെ ഫലമായിരുന്നു. ഭരണി നക്ഷത്രക്കാരെ എന്ന് പറയുമ്പോൾ പൊതുവെ തന്നെ സത്യസന്ധരും അതേപോലെ കലാപ്രിയരും സാഹസികരുമാണ്. അവർക്ക് പൊതുവെ രാജകീയ ജീവിത ശൈലി നയിക്കുന്നവരാണ്. നല്ല ആത്മാഭിമാന ബോധമുള്ളവരാണ്, ലക്ഷ്യബോധം ഉള്ളവരാണ്, കൂടുതൽ സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങളും നല്ല ആഡംബര ജീവിതങ്ങൾ ആഗ്രഹിക്കുന്നവരും അതുപോലെ ജീവിതം പരമാവധി ആസ്വദിക്കുന്നവരുമാണ്. നമുക്കിന്നിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഭരണി നക്ഷത്രക്കാർ സ്ഥിരോത്സാഹികളാണ് എന്നാണ് പറയുന്നത്. ഇച്ഛാശക്തി കൊണ്ട് എന്തിനേയും നേരിടാൻ സാധിക്കുന്ന നക്ഷത്രക്കാർ. വിജയം നിങ്ങളോടൊപ്പമാണ് എന്ന് തന്നെയാണ് ഈ ഒരു നക്ഷത്രഫലം സൂചിപ്പിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതിനൊക്കെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ കെൽപ്പുള്ളവരാണ്, മറികടക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. അതിനെന്തായാലും സാധിക്കും. ഈ മാസം നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇതൊരു പുതിയ തുടക്കത്തിലുള്ള മാസമാണ്. കരിയർ ജീവിതത്തിലാണെങ്കിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നാണ് സൂചിപ്പിക്കുന്നത്. ബിസിനസ് മേഖലയിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്ന മാസമാണ്, അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിലേക്ക് കടക്കാൻ സാധിക്കുന്ന സമയമാണ്. സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ തൊഴിൽപരമായി ഇപ്പോൾ അത്ര നല്ല സമയം അല്ല എന്നാണ് പറയുന്നത്. അത്ര അനുകൂലമല്ല. നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാനക്കയറ്റം കിട്ടും, പക്ഷെ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥാനക്കയറ്റം ആയേക്കാം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരേ ജോലിയിൽ തളക്കപ്പെട്ടതുപോലെയാണ്. ഒന്നിനും തൃപ്തി വരാത്ത അവസ്ഥ. പലതും അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അത് സ്വയം തന്നെയാണ്, മറ്റാരുമല്ല. മറ്റാർക്കും ഇതിലൊരു പങ്കുമില്ല. താൻ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊരു തോന്നൽ വല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായി അധികം ഇടപാടുകൾ വേണ്ട. ആലോചിച്ച് കൃത്യമായി ധാരണയിലെത്തിയിട്ട് മതി സാമ്പത്തിക ഇടപാടുകൾ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്നേഹബന്ധങ്ങളുടെ കാര്യമെടുത്താൽ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ പരസ്പരമുള്ള ആശയവിനിമയങ്ങൾ തീരെ കുറവാണ്, പരിമിതമാണ്. എന്നാൽ വളരെ കുറവ് എന്ന് തന്നെയാണ്. ആശയവിനിമയം പൊതുവെ ഗൃഹങ്ങളിൽ കുറവാണ്. ദാമ്പത്യപരമായാലും പ്രണയബന്ധത്തിലായാലും ആശയവിനിമയം നടക്കുന്നില്ല വിചാരിച്ചതുപോലെ. അതുകൊണ്ട് തന്നെ
ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ബന്ധങ്ങളിൽ വിള്ളൽ വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം, സംയമനം പാലിക്കണം. എടുത്തിയാടി വഴക്കും വക്കാണവും ഉണ്ടാക്കാൻ വേണ്ടി പോകരുത്. അതുപോലെ തന്നെ കാര്യനിർവഹണ ശക്തിയുള്ള ആളായതുകൊണ്ട് തന്നെ എല്ലാം നല്ല വഴിക്ക് തന്നെ നടക്കും. പക്ഷെ അനന്തര ഫലങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഒന്നിലും എടുത്തു ചാടരുത്. നേരത്തെ സൂചിപ്പിച്ച സാമ്പത്തികത്തിന്റെ കാര്യത്തിലായാലും ഏതൊരു കാര്യത്തിലായാലും നല്ല ഇച്ഛാശക്തിയുള്ള ആളാണ്, നല്ല കഴിവുള്ള ആളാണ്, എല്ലാം കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആളാണ്. പക്ഷെ അനന്തരഫലത്തെക്കുറിച്ച് ആലോചിക്കാതെ ഒന്നിലും എടുത്തു ചാടാൻ വേണ്ടി പാടില്ല. കുടുംബത്തിലുള്ളവരുമായി അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യത്തിനും മുന്നിട്ട് ഇറങ്ങേണ്ടതുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നല്ല ആശയങ്ങളൊക്കെ ഉണ്ട്, ധീരമായ ആശയങ്ങളൊക്കെയാണ് മുന്നിലുള്ളത്. പക്ഷെ അതുമായി മുന്നോട്ട് പോകാൻ വേണ്ടത്ര പിന്തുണയില്ല. പിന്തുണ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. എന്തിനും ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന മാസം തന്നെയാണ് മാർച്ച് മാസം. എന്തും തുടങ്ങാം, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ നിങ്ങളുടെ മുന്നിൽ വരുന്നത് നല്ലതെന്ന് തോന്നുന്ന എന്തിനും നിങ്ങൾ സ്വീകരിക്കാം. അല്ലാതെ സംശയത്തിന്റെ വക്കിൽ നിർത്തിക്കൊണ്ട് നടക്കുവോ ഇല്ലയോ, അല്ലാതെ താൻ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയോ, അതോ തെറ്റിപ്പോകുമോ ചീറ്റിപ്പോകുമോ എന്നുള്ള വിവാദികളൊന്നുമില്ലാതെ നല്ലതാണെന്ന് ഉറപ്പായ എല്ലാത്തിനെയും സ്വീകരിക്കാം, മുന്നോട്ട് പോകും. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു എടുക്കാൻ ശ്രമിക്കുക. ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാർച്ച് മാസം നിങ്ങൾക്ക് താരതമ്യേന നല്ല ഫലങ്ങൾ തന്നെയാണ് തരുന്നത്. ആവേശം നല്ലത് തന്നെയാണ്, എന്നാലും ഒന്നും നോക്കാതെയുള്ള നേരത്തെ പറഞ്ഞതുപോലെ ചാടിപ്പുറപ്പെടൽ, എടുത്തുചാട്ടം പാടില്ല. അത് ആപത്തിൽ കൊണ്ടെത്തിക്കും. നല്ല ഒത്തൊരുമയോടുകൂടി കൂടിയാലോചനയോടുകൂടി ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ഭരണ നക്ഷത്രക്കാർക്കിത് നല്ല നക്ഷത്രഫലമാണ് ഈ മാർച്ച് മാസം നൽകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കാണുമോ അന്നേരം മുതൽ നിങ്ങൾക്കിത് ഇതുമായി കണക്ട് ചെയ്യപ്പെടും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കൂടിയാണ് നിങ്ങളോട് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്.